മയക്കമരുന്നും മദ്യവും എത്ര കുടുംബങ്ങളെയാണ് തകർത്തത്. എത്ര മാതാപിതാക്കളുടെ സ്വപ്നങ്ങളാണ് ഇല്ലാതാക്കിയത്. ആ യുവാവിനെ നോക്കൂ. ലഹരിക്കടിമയായ അവനെ പിതാവ് മുറിയിൽ അടച്ചിട്ടിരിക്കുന്നു. മണ്ണ് ചെവിയൊക്കെ പൊട്ടി എടാ അമ്മ നമ്മന്റെ ചെവി തന്നെ പൊട്ടിയേക്കും. അവന്റെ മുറിക്കപ്പുറത്ത് നീ എന്ത് പറഞ്ഞാലും നടക്കില്ല. പിടിച്ച നായാണ് അവൻ. ചോറ് കൊടുക്കാൻ പോകുന്ന നിന്നെ പോലും ചിലപ്പോൾ അവൻ തിരിച്ചറിഞ്ഞു വരില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ. ഞാൻ അവന്റെ അമ്മയല്ലേ. ഒരമ്മ മകനെ ഇത്രത്തോളം കൊഞ്ചിച്ച് വഷളാക്കിയത് നീയാണ്. അവന്റെ എല്ലാ കൂട്ടുകെട്ടിനും കൂട്ടി നിന്നത് നീയാണ്. മറുനാട്ടിൽ എല്ലുമുറിയെ പണിയെടുക്കുമ്പോഴും എനിക്കൊരു സ്വപ്നം ഉണ്ടായിരുന്നു. നമ്മുടെ മകൻ പഠിച്ചു വലുതായി വലിയൊരാളായി നമ്മളെ പൊന്നുപോലെ നോക്കുമെന്ന്. എന്നിട്ടിപ്പോ നിങ്ങൾ വിഷമിക്കാതിരിക്കുന്നേ. എങ്ങനെ വിഷമിക്കാതിരിക്കൂടി? +2 വരെ എന്ത് നന്നായി പഠിച്ചതായിരുന്നു അവൻ. അവന്റെ ഓരോ വിജയം നീ എന്നെ വിചാരിക്കുമ്പോൾ എന്തൊരു അഭിമാനമായിരുന്നു എന്നോ. നശിച്ച കോളേജ്, നശിച്ച കൂട്ടുകെട്ടിൽ പെട്ടില്ലായിരുന്നെങ്കിൽ മോനെ മുറിന്ന് കുറച്ച് നേരമായിട്ട് ആർക്കൊന്നും കേൾക്കാമല്ലോ. നിങ്ങളൊക്കെ പോയി നോക്കുന്നേ. അവൻ തളർന്നുറങ്ങിക്കാണും. ഇപ്പോൾ കാണിക്കുന്ന ശ്രദ്ധ നീ മുൻപ് കാണിച്ചിരുന്നെങ്കിൽ, അവന്റെ ഓരോ നീക്കവും നീ എന്നെ വിളിച്ച് അറിയിച്ചിരുന്നെങ്കിൽ. അതെങ്ങനെയാ മകനെ ഇത്രത്തോളം കൊഞ്ചാക്കിയത്? നിനക്കില്ലേ പങ്ക്? അവന്റെ ഓരോ കൂട്ടുകാരും കൂടുന്നത് നിനക്കില്ലേ? എനിക്ക് തെറ്റുപറ്റിപ്പോയി. ഒറ്റ മോനെ വിചാരിച്ചു, വിശ്വസിച്ചു, സ്നേഹിച്ചു. ആ വിശ്വാസമാണ് ഞാൻ ആയുധമാക്കിയത്. ഓരോ മാതാപിതാക്കൾക്കും ഒരു വിശ്വാസം ഉണ്ടാകും. തന്റെ മകൻ തെറ്റ് ചെയ്യില്ല എന്ന വിശ്വാസം. അത് എവിടെ വെച്ചിരുന്നുവോ അവിടെ വെച്ച് തീരുമല്ല. ചേട്ടാ, ചേട്ടന്റെ ഫോൺ അറിയുകയോ? ഞാൻ നിർത്തോട് തന്നെ. പോലീസുകാരൻ രാമേട്ടനാണല്ലോ. ഇതെന്താ ഇപ്പൊ വിളിക്കണേ? ആണോ? വരൂ. ഹലോ രാമേട്ടാ. ഇല്ല രാമേട്ടാ, ജാപത്തൊന്നും നിൽക്കുന്നില്ല. അവർ വരട്ടെ. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണമല്ലോ. എന്താ പറ്റിയേ? എന്താ ഉണ്ടായേ? എനിക്കും കൂടി അറിയണം. നിനക്കറിയണമല്ലേ? നിന്റെ പുന്നാര മോനും കൂട്ടുകാരും ഒരു പെൺകുട്ടിയെ, ആ കുട്ടി ഇന്ന് രാവിലെ മരിച്ചു. അയ്യോ, പോലീസുകാരുമോ? അയ്യോ, അവരുടെ മോനെ കൊണ്ടുപോകുമോ? അയ്യോ, അവരുടെ മോനെ തേടില്ലേ? അവർ വരും, അവനെ കൊണ്ടുപോകും, ജയിലിലിടും. തെറ്റ് ചെയ്താൽ ശിക്ഷിക്കപ്പെടണം. അതാണ് നിയമം. ജയിലിൽ കിടന്നെങ്കിലും എന്റെ മോനൊന്ന് നന്നാവട്ടെ. നന്ദി.